ഹായ്, എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ ഈ ചാനലിൽ കുറേ കാലങ്ങളായിട്ട് സ്റ്റോറി ഇല്ലായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നല്ല സ്റ്റോറി ഒന്നും കിട്ടാഞ്ഞതുകൊണ്ടാണ്. ഏതായാലും ആശാദേവിയുടെ നല്ലൊരു സ്റ്റോറി എന്നോട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇന്നു മുതൽ ഈ സ്റ്റോറി ആരംഭിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. തനിക്ക് മുമ്പിൽ ഭയന്ന് പറിച്ച് നിൽക്കുന്നവൾ അവൻ വശ്യമായി നിന്ന് നോക്കി. അവന്റെ മിഴികളിലെ തീക്ഷ്ണതയിൽ അവൾ വല്ലാത്തൊരു തരം ഭീതിയോടെ മുഖത്താഴ്ത്തി. അവളുടെ പരൽമീനെ പോലെ പിടയുന്ന കരിമിഴികൾ അവനിലെ ചെകുത്താനെ ഉണർത്തി. അവളുടെ വിറയിൽ കണ്ട് പാഞ്ഞു ചെന്ന് അവൻ അവൾ വലിച്ച് തന്നെ നെഞ്ചിലേക്കിട്ടു. നിനക്കെന്നെ പേടി തോന്നുന്നുണ്ടോ പത്മ? അവൻ അവളിലേക്ക് അമർന്നുകൊണ്ട് ചോദിച്ചതും അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. അവളുടെ ശരീരത്തിന്റെ വിറയിൽ അവൻ തന്റെ കൈകളിൽ തൊട്ടറിഞ്ഞു. എന്റെ സൂര്യൻ എനിക്ക് തിരികെ വേണം. എനിക്ക് തിരികെ എൻ്റെ നാട്ടിലേക്ക് പോകണം. നിങ്ങളോട് എനിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുന്നു. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഭയത്തിന്റെ കൊടുമുടിയിലാണെങ്കിലും അവനോടുള്ള അടങ്ങാത്ത അമർഷത്തിൽ ഇടർച്ചയോടെ അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ ശ്രവിച്ച് അവന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. എന്റെ പത്മയ്ക്ക് എന്നോട് വെറുപ്പാണോ അതോ ഭയാണോ? നിന്റെ ഭർത്താവായിരുന്ന നാട്യംപുറത്തുകാരൻ സൂര്യനാരായണൻ എന്ന വ്യക്തി ഈ നഗരത്തിൽ കാലുകുത്തിയ നിമിഷം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു മിസ്സിസ് സൂര്യനാരായണൻ. അതുകൊണ്ട് ഇനി അവനെയും മനസ്സിലിട്ട് നീ ഇനി നടക്കണ്ട. അവളുടെ മിഴികൾ നിറഞ്ഞു. വെറുതെ നിന്ന് കരയാതെ പത്മ, സത്യം പറയല്ലോ, നിനക്ക് ഈ മുഖം ഒട്ടും ചേരുന്നില്ല. എനിക്കിഷ്ടം ആദ്യ കാഴ്ചയിൽ പോലും എന്നോട് ധൈര്യത്തോടെ വെല്ലുവിളിച്ച കില്ലാടി പെണ്ണിയാണ്. ഉള്ളത് പറയാലോ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പത്മ. ഈ മുംബൈ നഗരം പോലും എൻ്റെ പേര് കേട്ടാൽ ഭയന്ന് വിറക്കും. അത്രക്ക് ക്രൂരനാണ് ഞാൻ. ഞാൻ ഇഷ്ടപ്പെട്ടത് എന്തും നേടിയെടുത്ത എനിക്ക് ശീലം. അവളുടെ താഴെത്തുമ്പിനെ തൻ്റെ ചൂടുവിരൽ കൊണ്ട് അവൻ പതിയെ ഉയർത്തി. എനിക്ക് നിന്നെ ഉപേക്ഷിക്കാനാകില്ല. അറിഞ്ഞോ അറിയാതെയോ നീ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. സൂര്യയെ മറന്ന് നീ ഈ പൃഥ്വിയെ സ്വീകരിക്കണം. ഈ പൃഥ്വിയ ഇനി നിനക്ക് എല്ലാം. നിന്റെ സൂര്യയെ നീ മറന്നേ മതിയാകൂ. അവനെ മറന്ന് ഇന്നു മുതൽ നിന്റെ ഭർത്താവിന്റെ സ്ഥാനം നീ എനിക്ക് തരണം പത്മ. നിന്റെ ഭർത്താവായിരുന്ന സൂര്യനാരായണൻ മരണപ്പെട്ടു എന്ന് നീ ഉൾക്കൊണ്ടേ മതിയാകൂ. അവനെ ഓർത്ത് ഇനി നീ ജീവിക്കരുത്. പകരം ഈ എന്നെ നീ നിന്റെ മനസ്സിൽ നിറക്കണം. ഈ പൃഥ്വിയുടെ മാത്രം പെണ്ണായി മാറണം നീ. അവന്റെ അലർച്ചയിൽ ആ പൊട്ടിപ്പെണ്ണ് ഹൃദയം പൊട്ടും വിധം ഭയന്ന് ഉറക്കെ കരഞ്ഞുപോയി. ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന പത്മചന്ദന എന്ന ചന്തുവിന് ആ മുംബൈ നഗരം പോലും പുതിയൊരു ലോകമായിരുന്നു. അവിടെ കാണുന്നതും കേൾക്കുന്നതൊക്കെ അവൾക്ക് മായാ കാഴ്ചകളായിരുന്നു. ഇപ്പോൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ പോലും അവൾക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിരുന്നില്ല. അങ്ങേയറ്റം ഭീതിയോടെയായിരുന്നു അവൾ ഓരോ പുൽക്കടികളെ പോലും നോക്കിക്കണ്ടത്. എനിക്ക് തിരികെ പോകണം. എൻ്റെ വീട്ടിലെനിക്ക് പോകണം. അവൾ നിസ്സഹായതയോടെയും അല്പം പ്രതീക്ഷയോടെയും അവനോട് പറഞ്ഞു. അവൾക്ക് ആ നിമിഷം എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തം നാട്ടിലെത്തിച്ചേർന്നാൽ മതിയെന്ന് തോന്നി. എവിടേക്ക്? എന്നിൽ നിന്നും എവിടേക്കാണ് നിനക്ക് പോകേണ്ടത്? എന്നെ അനുസരിച്ച് എൻ്റെ ഭാര്യയായി മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. ഇനി നാട്ടിലേക്കൊരു തിരിച്ചു പോക്ക് അത് ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമായിരിക്കും. എന്നെ അനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ജീവൻ ഞാൻ അറുത്തെടുക്കും. അറിയാലോ നിനക്കെന്നെ. വന്യമായ അവളിൽ മിഴികൾ പായിച്ചുകൊണ്ട് ക്രൂരമായ ചിരിയോടവൻ പറഞ്ഞു. അവന്റെ വാക്കുകളിൽ തന്റെ ഹൃദയം പോലും പിടഞ്ഞു തീരുമെന്ന് നമ്മൾക്ക് തോന്നി. എനിക്ക് തന്നെ പോലൊരു ദുഷ്ടനെ സ്നേഹിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എനിക്ക് എൻ്റെ സൂര്യനെ തിരിച്ചു താ. എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കണ്ട. എനിക്ക് എൻ്റെ എണ്ണ തിരിച്ചു താ. ഇല്ലാത്ത ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ആദ്യം അലർച്ചയോടെയും അവസാനം വിതുമ്പലോടെയും അവൻ നേരം മുരണ്ടു. ഈ കണ്ണുനീര് നിനക്ക് ഒട്ടും ചേരില്ല പത്മ. സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്ക്. നിനക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണം പത്മചന്ദന. കാരണം ഈ പൃഥ്വിക്ക് നിന്നെ ഉപേക്ഷിക്കാനാകില്ല. നീ കടന്നു വന്നത് മുംബൈ എന്ന നഗരത്തിലേക്ക് മാത്രമല്ല, എന്റെ തടവറയിലേക്ക് കൂടിയാ. ഒരുപക്ഷെ നാട്ടിൽ തന്നെ നീ നിന്നിരുന്നുവെങ്കിൽ ഒരിക്കലും പൃഥ്വി എന്ന ഈ എന്നെ നീ കാണുകയോ അറിയുകയോ പോയി ചെയ്യില്ല. നിനക്കൊരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരികയുമില്ല. നിന്റെ ഭർത്താവ് ആ പാവം സൂര്യയോടൊപ്പം തന്നെ നിനക്ക് സന്തോഷമായി ജീവിക്കാമായിരുന്നു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. ശരിയാ, ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. എന്റെ സൂര്യനെയാണ് ഞാൻ പ്രണയിച്ചത്. പൃഥ്വി, താൻ രാക്ഷസനാ. തന്നെ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനാകുന്നില്ല. താനൊക്കെ നാട്ടിലുള്ളത് ആണാണോടു? ചി, അറപ്പ് തോന്നുന്നു. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്ടേക്ക്. അവൾ അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് വെറുപ്പോടെ പറഞ്ഞു. ഛീ, വെറുതെടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിനക്ക് ഇവിടുന്ന് ഞാൻ വിചാരിക്കാതെ ഒരു അടി പോലും മാനങ്ങാൻ സാധിക്കില്ലെന്ന്. ഈ വീടും അതിനകവും പുറവും എൻ്റെ ആളുകളാ. ഈ മുംബൈ നഗരം പോലും എൻ്റെ അണ്ടറല്ല. ഇവിടുത്തെ ഓരോ മണൽത്തരി പോലും പൃഥ്വി എന്ന എൻ്റെ പേര് കേട്ടാൽ തന്നെ ഭയന്ന് വിറക്കും. നീ എന്നെ അംഗീകരിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ ഞാൻ വിധിക്കുന്ന തടവറയിൽ നിന്റെ ജീവിതം എരിഞ്ഞു തീരും. നിനക്ക് പ്രിയപ്പെട്ടവർ ഒരു നോക്ക് കാണാനുള്ള ഭാഗ്യം പോലും പിന്നീട് ഈ ജീവിതത്തിൽ നിനക്ക് ഉണ്ടാക്കില്ല. അവന്റെ അലർച്ചയിൽ അവളുടെ ഉടലൊന്ന് വെട്ടിപ്പറിച്ചു.
അവളുടെ കഴുത്തിലെ താലിയിലേക്കും അല്പം മാഞ്ഞു തുടങ്ങിയ സീമന്തരേഖയിലെ സിന്ദൂരത്തിലേക്കും അവൻ വന്യമായി നോക്കി. സൂര്യനാരായണ മറന്ന് ഈ പൃഥ്വിയുടെ ഭാര്യയായി ജീവിക്കാൻ തയ്യാറായിക്കോ നീ? എന്റെ പത്മ വലിയ ധൈര്യശാലിയല്ലേ? ആദ്യമായി നമ്മൾ തമ്മിൽ കണ്ട നിമിഷം നീ ഓർക്കുന്നോ? എനിക്ക് നേരെ ഒരു പുലിയെ പോലെ ചീറി നിന്നവളായിരുന്നില്ലേ നീ? കില്ലാടിയായ നീ എന്നെപ്പോലൊരു മോൺസ്റ്റാറിനേക്ക് നിസ്സാരമായി താങ്ങിക്കൊള്ളും. പിന്നെ സൂര്യ, അവനെ നീ അങ്ങ് മറന്നേക്ക്, അതാകും നിനക്ക് നല്ലത്. അവളെ നോക്കി വശ്യമായി പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിലൊന്ന് മുത്തി. പിടഞ്ഞു മാറാൻ തുടങ്ങിയ ചന്തുവിനെ അവൻ അടക്കി നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ വായിലാക്കി തുടങ്ങി. നീണ്ട നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ തന്റെ കരവലയിൽ നിന്ന് മോചിതയാക്കിയപ്പോഴേക്കും അവളാകെ തളർന്നു പോയിരുന്നു. ഇപ്പം എന്റെ പെണ്ണിന് മനസ്സിലായോ ഈ പൃഥ്വി നാട്ടിലുള്ള ഒരു പുരുഷനാണെന്ന്? പൃഥ്വി അവളുടെ മിഴികളിലേക്ക് വശ്യമായെന്ന് നോക്കിക്കൊണ്ട് അവളുടെ മൂർധാവിൽ ചുണ്ടുകൾ ചേർത്തു. ചന്ദവനെ ഊക്കോടെ തള്ളി മാറ്റിക്കൊണ്ട് ഭയന്ന് വിറച്ച് ആ വലിയ മുറിയിൽ ഒരു മൂലയിലേക്ക് ഒതുങ്ങി. കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരുന്ന് അവൾ തന്റെ വിധിയോർത്ത് കരഞ്ഞു. തന്റെ ചുണ്ടിലും മുറിവ് നീറുന്നുണ്ട്. അവന്റെ വന്യത അവൾക്ക് ഒട്ടും തന്നെ താങ്ങാനായില്ല. അത്രമേൽ ആ ചുംബനം അവളെ നോവിച്ചിരുന്നു. പൃഥ്വി അവിടുന്ന് പോയെന്നുറപ്പായതും ചന്തു ഉറക്കെ വീങ്ങിക്കരഞ്ഞു. സൂര്യനാരായണൻ എന്ന തന്റെ ഭർത്താവിനൊപ്പം കല്യാണശേഷം ഈ നശിച്ച നാട്ടിലേക്ക് വരാൻ തോന്നിയ ദിവസത്തെ ഓർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും തോന്നി. തന്റെയോ തന്റെ ഭർത്താവിന്റെയോ കാര്യങ്ങളൊന്നും അറിയാതെ വിഡ്ഢിയാക്കപ്പെടുന്ന നാട്ടിലുള്ള ഇരു കുടുംബങ്ങളെ ഓർത്ത് അവളുടെ ഉള്ളം വല്ലാതെ പിടഞ്ഞു. ഇതേ സമയം പൃഥ്വി തന്റെ പ്രതിബിംബം കണ്ണാടിയിലേക്കൊന്ന് നോക്കി. അവന്റെ മിഴികളിൽ വിവേചിച്ചറിയാൻ സാധിക്കാത്ത വിധം പല ഭാവങ്ങളും മിന്നിമറഞ്ഞു. കഴിയില്ല ചന്തു, നിന്നെ വിട്ടുകളയാൻ എനിക്ക് കഴിയില്ല. നീ ഒരിക്കലും എന്നിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ഈ പൃഥ്വി ക്രൂരനാണ്, അങ്ങേയറ്റം മോശക്കാരനും ദുഷ്ടനുമാ. ഈ മുംബൈ നഗരത്തെ അടക്കി ഭരിക്കുന്ന നമ്പർ 1 ക്രിമിനലാ ഞാൻ. ഇതിൽ നിന്നൊരു മടക്കം എനിക്ക് അസാധ്യമാണ്. നീ എന്നെ അംഗീകരിച്ചേ മതിയാകൂ. നിന്റെ സൂര്യയെ പോലെ ഒരു പാവമാവാൻ ഈ പൃഥ്വിക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം സൂര്യ അല്ല പൃഥ്വി. നിന്റെ സൂര്യക്ക് നിന്നെ വേദനിപ്പിക്കാൻ സാധിക്കില്ലായിരിക്കും. എന്നാൽ ഈ പൃഥ്വിക്ക് നിന്നെയല്ല, ആരെയും വേദനിപ്പിക്കാൻ യാതൊരു മടിയില്ല. പോക്കറ്റിൽ നിന്നും ചുരുട്ടെടുത്ത് അവന്റെ ചുണ്ടിൽ ചേർത്ത് വല്ലാത്തൊരു തരം വന്യഭാവത്തോടെ അവൻ ആ ചുരുട്ടിന് തീ കൊളുത്തി. തനിക്ക് തൊട്ടുപിറകിൽ പ്രാണന് വേണ്ടി കിടന്ന് പിടയുന്ന തന്റെ ശത്രുവിനെ അവൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് യാതൊരു ദയയും കൂടെ അതിരപ്പിൽ തിരികെ വെച്ച ഗണ്ണെടുത്ത് അവൻ അയാളെ ഷൂട്ട് ചെയ്തു. ആ വെടിവെച്ചയും അയാളുടെ അലർച്ചയും കേട്ട് അകത്തെ മുറിയിലിരുന്ന് ചന്തുവിന്റെ ഉടൽ വെട്ടിവിറിച്ചു. അവൾ കൂടുതൽ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. തന്റെ മുൻപിൽ കിടന്ന് പിടയുന്നവൻ അവൻ വന്യമായ ചിരിയോടെ നോക്കി. അവന്റെ വേദന കൊണ്ടുള്ള ഓരോ പിടച്ചിലും അവൻ അങ്ങേയറ്റം ലഹരിയോടെ കണ്ട് ആസ്വദിച്ചു. ഈ പൃഥ്വി അറിയാതെ ഈ മുംബൈ നഗരത്തിൽ ഒരു ഇര പോലും അനങ്ങില്ല. അപ്പോഴാണോടോ പന്നെ നീ ഞാൻ അറിയാതെ എന്റെ കൂടെ തന്നെ നിന്ന് എനിക്കെതിരെ തന്നെ പ്രവർത്തിച്ചത്? പൃഥ്വിയുടെ ഇടവും വലവുമായി കറുത്ത ടീഷർട്ടും പാൻറ്റും ധരിച്ച് രണ്ടുപേർ വന്ന് സ്റ്റഡിയായി നിന്നു. അതിലൊന്ന് 25 വയസ്സ് പ്രായമുള്ള മുഖത്ത് അത്രയും ക്രൂരത നിറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു. അവളാണ് ഹിര, മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്ന സൈക്കോ ഗേൾ. ഇവൾക്ക് ആരോടും ദയയോ കരുണയോ അനുകമ്പയോ ഒന്നും തന്നെയില്ല. പൃഥ്വി എന്ന മുംബൈ ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഡോണിന്റെ വലം കൈയായി അവൾ മാറിയിട്ട് ഇന്നേക്ക് 5 വർഷമാകുന്നു. മറുസൈഡിൽ നിൽക്കുന്നവനാണ് സായി കിരൺ. 28ഓളം പ്രായം തോന്നിക്കുന്ന ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനാണവൻ. യാതൊരു ദയയും കൂടാതെ പുഞ്ചിരിയോടെ ശത്രുക്കളെ പച്ചക്ക് കൊത്തിയെറിയാൻ പോലും മടിയില്ലാത്ത രാക്ഷസൻ. പൃഥ്വിക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും കൊടുക്കാൻ പോലും മടിയില്ലാത്തവൻ. പൃഥ്വി എന്ന മോൺസ്റ്റാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാഡ്സാണ് ഇവർ രണ്ടാളും. അതിനെല്ലാം പുറമെ പൃഥ്വിയുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കൾ കൂടിയാണ് സായിയും ഹിരയും. ഹിര, ക്ലിയർ ഔട്ട്. അവന്റെ ആജ്ഞ കിട്ടിയതും ആ പെൺകുട്ടി മുന്നോട്ട് വന്ന് നിലത്ത് കിടന്ന് പിടയുന്നവന്റെ നേരെ പാൻസിന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഗണ്ണെടുത്ത് യാതൊരു മടിയും കൂടാതെ ഷൂട്ട് ചെയ്തു. അയാൾ മരണത്തിന് കീഴടങ്ങിയതും ഗണ്ണ് തിരികെ വെച്ച് അയാളുടെ ഷർട്ടിനെ കോളിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ അവളെ സഹായിക്കാനായി അതുപോലെ ഡ്രസ് ചെയ്ത കുറച്ച് ഗാർഡ്സും കൂടെ കൂടി. ഹിരക്കും സായിക്കും പൃഥ്വിയെ പോലെ തന്നെ അവിടെ അധികാരം ഉണ്ടായിരുന്നു. മറ്റു ഗാർഡ്സ് എല്ലാം ഇവരുടെ കീഴിൽ വെറും അടിമകൾ മാത്രമാണ്. പൃഥ്വി ഹാളിലെ വലിയ സെറ്റിയിൽ ഒരു രാജാവിനെ പോലെ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നു. എന്നിട്ട് മുൻപിലിരിക്കുന്ന ഗ്ലാസ്സിൽ വില കൂടിയ മദ്യം പകർത്തിയെടുത്തു. അവൻ പതിയെ ആസ്വദിച്ചത് സിപ്പ് ചെയ്തു. പുറത്ത് ഹിര ആരൊക്കെയോ മർദ്ദിക്കുന്നുണ്ട്. അവരുടെ നിലവിളികൾ പോലും അവൻ വല്ലാതെ ആസ്വദിച്ചു. കുറച്ച് സമയം കഴിഞ്ഞതും സായി പൃഥ്വിക്ക് അടുത്തേക്ക് വന്നു. പൃഥ്വി. സായി അവനെ വിളിച്ചതും പൃഥ്വി ഒന്ന് നിവർന്നിരുന്നു. പറ സായി. ഗൗരവത്തോടെ പൃഥ്വി കാര്യം തിരക്കി. നിന്നെ കാണാൻ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി വന്നിട്ടുണ്ട്. സായി യാതൊരു ഭാവമാറ്റവും കൂടാതെ പറഞ്ഞു. എന്താ അവൻ്റെ ആവശ്യം? യാതൊരു കൂസലും കൂടാതെ അവൻ ചോദിച്ചു. അയാൾക്ക് നാട്ടിൽ പോകണം, കല്യാണം നോക്കാനോ മറ്റോ ആണ്. 1 മാസത്തെ ലീവാണ് ചോദിക്കുന്നത്. എന്താ അവൻ്റെ പേര്? ഒരു സൂര്യനാരായണൻ. സായി ആ പേര് പറഞ്ഞതും പൃഥ്വിയുടെ മിഴികളൊന്ന് കൂർത്തു. അവൻ ആളെങ്ങനെയാ? പൃഥ്വി തന്റെ നീണ്ട താടിയിലൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഒരു പാവത്താൻ, 10 വർഷത്തിന് മേലെയായി നമ്മുടെ കമ്പനിയിൽ തന്നെയുള്ളവനാണ്.
അങ്ങോട്ട് കയറി ചൊരിഞ്ഞാലും ഒഴിഞ്ഞു മാറുന്നൊരു തരം ഐറ്റം. സായി പൃഥ്വിയുടെ കയ്യിലെ ഗ്ലാസ് വാങ്ങി അതിലെ മദ്യം ഒന്ന് നുണഞ്ഞുകൊണ്ട് പറഞ്ഞു, കൊടുത്തേക്ക്, പോയി വരട്ടെ. അടുത്ത ഗ്ലാസ്സിൽ മദ്യം പകർത്തിക്കൊണ്ട് അവൻ സമ്മതം കൊടുത്തു. ഓക്കേടാ. പൃഥ്വിയുടെ അനുമതി കിട്ടിയതും സൂര്യയെ വിവരം അറിയിക്കാനായി സായി പുറത്തേക്ക് നടന്നു. പൃഥ്വി വില കൂടിയ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചുകൊണ്ട് അതിന് തീ കൊളുത്തി. അവന്റെ മിഴികൾ വന്യമായി തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതേസമയം സൂര്യ കിരണിനെ കണ്ടത് ബഹുമാനപൂർവ്വം പതിയെ എഴുന്നേറ്റ് നിന്നു. കിരൺ അവനൊന്ന് ഒഴിഞ്ഞു നോക്കി. വെള്ളമുണ്ടും നീല ഷർട്ടുമാണ് വേഷം. ചുണ്ടിൽ ഹൃദ്യമായൊരു പുഞ്ചിരിയുണ്ട്. കണ്ണുകളിൽ വല്ലാത്ത തിളക്കം. അവന്റെ നെറ്റിയിൽ ചെന്തിനക്കുറിക്ക് പോലും വല്ലാത്തൊരു ചേലാണ്. മുഖം അത്രയും നിഷ്കളങ്കമാണെങ്കിലും അവന്റെ ശരീരം വളരെ ദൃഢമാണ്. ഉറച്ച മസിലുകളും പേശികളും വലത് കൈയിൽ ഇടവളയും ഒക്കെയായി ആള് കാണാൻ വളരെ സുന്ദരനാണെന്ന് സായി വിലയിരുത്തി. തനിക്ക് പോകാം, 2 മാസം, അതിനുള്ളിൽ താൻ കമ്പനിയിൽ ഉണ്ടാകണം. കിരൺ അവനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. തീർച്ചയായും ഞാൻ വരാം സർ. ഭവ്യതയോടെ പറഞ്ഞിട്ട് അവൻ സന്തോഷത്തോടെ തിരികെ നടന്നു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് എല്ലാ സന്തോഷവും അവൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്നു. സൂര്യയെ യാത്രയാക്കിയ സായി അപ്പോൾ അറിഞ്ഞിരുന്നില്ല പൃഥ്വിക്ക് വേണ്ടി ഒരിക്കൽ ഈ പാവം സൂര്യ തൻ്റെ ശത്രുവാകുമെന്ന്.